ഇന്ന് ദീപാവലിയാണ്. ദീപാവലി ദിവസം എല്ലാവർക്കും മുടക്കായതുകൊണ്ട് ഗുരുവായൂർ നല്ല തിരക്കാണ്. ഞങ്ങൾക്ക് പോകേണ്ടത് വടക്കേ നടയുടെ അവിടേക്കാണ്. അതിനു മുമ്പ് പടിഞ്ഞാറേ നടയിൽ നിന്ന് ഭഗവാനെന്ന് തൊഴുതു. എനിക്ക് വളരെ അടുപ്പുള്ള ഒരു യൂട്യൂബറാണ് അർജുൻ ബ്രോ കുറച്ച് ദിവസം മുമ്പ് എന്നോട് ചോദിച്ചു, ചേട്ടാ നമുക്ക് ഗുരുവായൂർ വെച്ച് മീറ്റ് ചെയ്തിട്ട് ഒരുമിച്ച് ഒരു ഫുഡ് വ്ളോഗ് ചെയ്താലോ? കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ ഓക്കെ അടിച്ചു. അങ്ങനെ വടക്കേ നടയിലുള്ള മാധവൻ കഫേയിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യാമെന്നാണ് അർജുൻ ബ്രോ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളിപ്പോൾ ദേ മാധവൻ കഫേയിലേക്ക് എത്തിയിരിക്കുകയാണ്. അർജുൻ ബ്രോനായിട്ട് ഫോണിൽ ഇടയ്ക്ക് സംസാരിക്കാറുണ്ടെങ്കിലും നേരിട്ട് കാണുന്നത് ഇതാദ്യമായിട്ടാണ്. ചെന്നൈയിലെ ജോലി തിരക്കുകൾക്കിടയിലും ഈ കാണുന്ന പുഞ്ചിരിച്ച മുഖത്തോടു കൂടി വ്ളോഗിങ് കൊണ്ടുപോണ പാഷനേറ്റായിട്ടുള്ള ഒരു വ്ളോഗറാണ് അർജുൻ. ഞങ്ങളെല്ലാവരും മീറ്റ് ചെയ്യുമ്പോഴേ ഇതുവരെ പോവാത്ത ഗുരുവായൂർ പുതിയതായി തുടങ്ങിയ ഏതെങ്കിലും ഒരു സ്പോട്ട് ആയിക്കോട്ടെ എന്ന് അർജുനാണ് പറഞ്ഞത്. അങ്ങനെ ഗൂഗിൾ നോക്കി സെർച്ച് ചെയ്തപ്പോഴാണ് മാധവൻ കഫേ ഞങ്ങളുടെ കണ്ണിൽ പെട്ടത്. ഇവിടുത്തെ ഒരു ആംബിയൻസ് വളരെ പീസ്ഫുള്ളാണ്. ചെറിയൊരു സ്പോട്ടാണെങ്കിലും ഫാമിലിയായിട്ട് വരാനും കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരിക്കാനൊക്കെ പറ്റിയ നല്ലൊരിടം. സമയം ഇപ്പോൾ ഏകദേശം 10 മണി ആവാറായിട്ടുണ്ട്. വയറ് കാളിയിട്ട് പാടില്ല. വേഗം തന്നെ ഒഴിഞ്ഞൊരു ടേബിൾ നോക്കി സ്ഥലം പിടിച്ചു. അപ്പോഴാണ് നമ്മളിരുന്നതിൻ്റെ ഓപ്പോസിറ്റുള്ള ചുമരിൽ മഞ്ജുലാലിൻ്റെ താഴെ കാണാറുള്ള ആ ഗരുഡൻ്റെയും ഗുരുവായൂർ അമ്പലത്തിൻ്റെയും ഒരു മ്യൂറൽ ചെയ്തു വെച്ചിരിക്കുന്ന കണ്ട്. സംഗതി എന്തായാലും ഉഷാറായിട്ടുണ്ട്. അതുപോലെ ഇവരിവിടെ കുറച്ച് പുസ്തകങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വായനാശീലമുള്ളവരാണെങ്കിൽ ചായ കുടിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ വരുമ്പോൾ കുറച്ച് നേരം വായിച്ചിരിക്കുകയും ചെയ്യാം. നമ്മുടെ മാധവൻ കഫേയിൽ ഏറ്റവും ഫേമസ് ചെട്ടിനാട് മസാല ദോശയാണ്. നിർഭാഗ്യവശാൽ ഇന്ന് അത് അവൈലബിൾ അല്ല. അതുകൊണ്ട് 2 പൊടിദോശയും 2 മൈസൂർ മസാലയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആദ്യം വന്നത് പൊടിദോശയായിരുന്നു. പ്ലേറ്റിലിങ്ങനെ പൊടി കെടുക്കണ കാണാൻ തന്നെ എന്താ ഒരു ഭംഗിയില്ലേ. ആസ് യൂഷ്വൽ ദോശയുടെ കൂടെ 2 ടൈപ്പ് ചട്നിയും സാമ്പാറും ഉണ്ട്. ആദ്യം ആരാ കഴിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അർജുൻ ബ്രോ പറഞ്ഞു ദീപു ചേച്ചി തന്നെ തുടങ്ങട്ടെ എന്ന്. അങ്ങനെ ദീപു ദോശ കഴിച്ചിട്ട് അഭിപ്രായത്തിനായിട്ട് വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ. അങ്ങനെ അടിപൊളിയാ? എത്ര മാർക്ക്? ചട്നിക്ക് ഇപ്പം എത്രയായി മാർക്ക്? ഇപ്പം എത്രയായി? കൂടുണ്ടപ്പോൾ സാമ്പാർ കൂടി നോക്കിയിട്ട് മാർക്ക് ഇടും മോളെ. സാമ്പാർ നോക്കിയാ എൻ്റെ. നെക്സ്റ്റ് അമ്മയുടെയും അർജുൻ ബ്രോൻ്റെയും ഊഴായിരുന്നു. എൻ്റെ എക്സ്പ്രഷനും ഇനിയിപ്പോൾ അങ്ങോട്ട് നല്ല എക്സ്പ്രഷനൊക്കെ കൊടുത്തേ. ഇവിടെ എത്തണേ ഉള്ളൂ. ഉള്ളിച്ചട്നി നന്നായി. തേങ്ങാ ചട്നി ഞാനൊരു ആവറേജേ പറയുള്ളൂ. പക്ഷെ ഉള്ളി ചട്നി നൈസ്. സാമ്പാറും കുഴപ്പമില്ല. ബട്ട് ഹൈലൈറ്റ് ഇതാണ് ഉള്ളി ചമ്മന്തി അല്ലേ? എങ്ങനെ ഉണ്ടമ്മ? വെള്ള ചട്നി ഇതാണ്. ഇത് മൈസൂറില മൈസൂർ മസാല ദോശയുടെ മുകളിൽ നെയ്യിൻ്റെ ആ ഒരു മിനിമിനിപ്പും പിന്നെ പതിവില്ലാണ്ട് കുറച്ച് ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മൈസൂർ മസാല ദോശ എത്തിയെങ്കിലും ഞാൻ ഇതുവരെ പൊടിദോശ പോലും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഒരു പീസ് പൊടിദോശ ചട്നിയിൽ മുക്കി അങ്ങോട്ട് കഴിച്ചു നോക്കി. അർജുൻ ബ്രോയും ദീപും പറഞ്ഞ പോലെ ഉള്ളിച്ചമ്മന്തിയാണ് ശരിക്കുള്ള താരം. നല്ല രൂപയില്ല. ഈ സാമ്പാറും കൂടെ ഇങ്ങോട്ട് നോക്കിയാൽ ആത്മശാന്തി കിട്ടും. സാമ്പാർ ഒരു സദ്യ സാമ്പാർ അല്ലേ. അടുത്തതായിട്ട് മൈസൂർ മസാലയിൽ നിന്ന് പകുതി അമ്മയ്ക്കും ദീപനും കൊടുത്തു. ശേഷം അതിൻ്റെ സെൻറ്ററിൽ നിന്ന് കുറച്ച് മസാലയും ആ ക്രിസ്പി ദോശയും കൂടി ചേർത്ത് അങ്ങോട്ട് കഴിച്ചു. ഈ ഇടയ്ക്ക് അർജുൻ ബ്രോ ബാംഗ്ലൂരൊക്കെ പോയിണ്ടായിരുന്നു. ഞങ്ങളുണ്ട് മൈസൂർ മസാല വ്യത്യാസം ഉണ്ടല്ലേ? നെയ്യിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ടുണ്ട് അല്ലേ? അത് ശരിയാ. കൊള്ളാല്ലേ? ഏതിഷ്ടമായത്? പൊടിയാണോ മൈസൂരാണോ? രണ്ടുപേരും മൈസൂരാ. നെക്സ്റ്റ് നമ്മൾ ഒരു സെറ്റ് പൂരിയും കൂടി പറഞ്ഞു. തൊട്ടു പുറകെ ചായ എത്തി.
ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ സിമ്പിളും ഫ്രണ്ട്ലി ആയിരുന്നു അർജുൻ ബ്രോ. നമ്മുടെ കൂടെ ഫുഡ് ഷെയർ ചെയ്തിട്ടും സംസാരിച്ചും പുള്ളി നമ്മളിൽ ഒരാളായി മാറി എന്ന് തന്നെ പറയാം. ദാ ഈ പൂരിയും മസാലക്കറിയും പോലെ ഞങ്ങൾ നല്ലൊരു കോംബോ ആയി. ഒരു അണ്ടർ റേറ്റഡ് കോംബോ ഉണ്ട് അറിയോ? പൂരി വിത്ത് തേങ്ങാ ചട്നി. അല്ല അത് നമ്മൾ കഴിക്കാറുണ്ട്. അല്ല കോയമ്പത്തൂർ ഭാഗത്തൊക്കെ കിട്ടും. ഇത് ഉണ്ടായിരുന്നില്ല അവിടെ, ഞാൻ കണ്ടേ. ശരി. അങ്ങനെ അർജുൻ ബ്രോ പറഞ്ഞ തേങ്ങാ ചട്നിയും പൂരിയും കഴിച്ച് ചായയും തീർത്ത് മാധവൻ കഫേന്ന് ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. അപ്പോഴാണ് ഇവിടുത്തെ മെനു കണ്ടത്. എല്ലാ ഐറ്റംസും ഒരു റീസണബിൾ പ്രൈസായിട്ടാണ് തോന്നിയത്. കഫേ ആണെങ്കിലും ഉച്ചയ്ക്ക് ഇവിടെ വെജ് ബിരിയാണിയും വെജ് മീൽസും എല്ലാം കിട്ടും. ഇനി എപ്പോഴെങ്കിലും ഇവിടെ വന്നിട്ട് ചെട്ടിനാട് മസാല കൂടി ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. മാധവത്തിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ വടക്കേ നടയിൽ ഔട്ടർ റിംഗ് റോഡിൻ്റെ അവിടെ നമ്മുടെ ലളിത എന്നിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരും. മൊത്തത്തിൽ നല്ലൊരു അനുഭവമായിരുന്നു മാധവൻ കഫേ. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് തെക്കേ നടയിലേക്കാണ്. കുറേ നേരം അർജുൻ ബ്രോനായിട്ട് സംസാരിച്ചിരുന്നു. ശേഷം ഒരു കോഫി കുടിക്കാനായിട്ട് പടിഞ്ഞാറ നടയിലുള്ള അഗ്രഹാരം ഫിൽട്ടർ കോഫിയിലേക്ക് വന്നിരിക്കുകയാണ്. കുറച്ച് നാൾ മുമ്പ് ഇവിടെ കോഫി കുടിക്കാൻ കയറിയപ്പോഴേ ഇവിടുത്തെ ചേച്ചിയും ചേട്ടനും ഞങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. ചേച്ചിക്ക് എന്നേക്കാൾ കൂടുതൽ താല്പര്യം അമ്മോടും ദീപുവിനോടാണ്. ചേച്ചിയായാലും ചേട്ടനായാലും രണ്ടുപേരും എപ്പോഴും ചിരിക്കണ മുഖത്തോടെയാണ് നമ്മളെ വെൽക്കം ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലും പെട്ടെന്നൊരു പോസിറ്റീവ് വൈബ് അങ്ങോട്ട് നിറയും. ഈയൊരു അഗ്രഹാരം ഫിൽട്ടർ കോഫി കുടിക്കാനാണ് ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോഴാണ് ഇവിടുത്തെ മെനുവിൽ ബട്ടർ പൊടി ഇഡ്ഡലി എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം കാണുന്നത്. എന്നാൽ പിന്നെ അതും കൂടി അങ്ങോട്ട് ആവാമെന്ന് വിചാരിച്ചു. ഇഡ്ഡലിയുടെ മേലെ ധാരാളം പൊടി വിതറിയിട്ട് അതിൻ്റെ മേലെ നല്ല അസൽ വെണ്ണ കണ്ടിട്ട് സഹിക്കണില്ല കേട്ടാ. കൂടെ ചട്നി സാമ്പാറൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ നോട്ടം ബട്ടർ മിൽക്കായിരുന്നു. ആ വെണ്ണ അങ്ങോട്ട് അകത്തേക്ക് ചെന്നപ്പോൾ ഒരു പ്രത്യേക സുഖം. നല്ല വെണ്ണ, ഒരു രക്ഷയില്ല. ദീപോ, പൊടി ഒരു ശകലം ഉപ്പ് കൂടിയ പോലെയാണ് എനിക്ക് തോന്നിയത്. വെണ്ണയും കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളിയാണ്. അതല്ലെങ്കിൽ ചട്നി കൂട്ടി കഴിച്ചാലും സൂപ്പറാണ്. രാമശ്ശേരി ഇഡ്ഡലിനൊക്കെ പോലെ വലുപ്പമുണ്ടല്ലേ? ഇല്ല, അത്ര ഇല്ല, അതിനേക്കാളും വലുപ്പമുണ്ട്. ബട്ടർ ആക്ച്വലി തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. അതാ ഞാൻ പറയാം, ബട്ടർ അടിപൊളിയുണ്ട് അല്ലേ? നല്ല പറഞ്ഞല്ലേ? ബട്ടർ നന്നായിട്ട് കുറച്ച് ചട്നിയും കൂടി മുക്കിയിട്ട്. ചട്നി അടിപൊളിയുണ്ട്. ചട്നി അടിപൊളിയുണ്ട് അല്ലേ? പൊടി ഇഷ്ടമായില്ലേ? ഞാൻ ആക്ച്വലി കോഫി പേഴ്സൺ അല്ല, അല്ല ഈ ഒരു സ്പോട്ട് ഇതിന് വേണ്ടിയിട്ടാണല്ലോ ഫേമസ്. ഒരു ദിവസം വൈകുന്നേരം കൂടെ ഇറങ്ങും, അപ്പൊ അവരുടെ നെയ്യപ്പൊക്കെ കിട്ടുമല്ലോ. ഒരു ദിവസം വിശാലമായിട്ട് ഇറങ്ങും. അതെ അതെ, ഇതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഒരു കോഫി ലവറാണെങ്കിൽ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് അഗ്രഹാരം ഫിൽട്ടർ കോഫി. കോഫി മാത്രമല്ല, നല്ല ദോശയും വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസും സ്നാക്സും ഒക്കെ ഇവിടെ കിട്ടും. ഇവിടുത്തെ ഫുഡിൻ്റെ ഒരു ക്വാളിറ്റിയും അതുപോലെ ഇവരുടെ ഒരു പെരുമാറ്റവും എടുത്തു പറയേണ്ടതാണ്. നേരത്തെ കുറച്ചേരം തെക്കേ നടലിരുന്നപ്പോഴേ അർജുൻ ബ്രോ പറയായിരുന്നു, അർജുന് ഋഷീസ് വ്ളോഗിൻ്റെ പ്രേക്ഷകരോട് എന്തോ പറയാനുണ്ടെന്ന്. ഒരു മിനിറ്റ്. പറഞ്ഞു. അപ്പോൾ ഋഷി വ്ളോഗ്സിൻ്റെ പ്രേക്ഷകരോട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ പുറത്താണ് പറയണമെന്ന് എനിക്കറിയാം, പക്ഷേ ദിവസം വീഡിയോ ഇടാനോ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ വീഡിയോ ഇടാനോ പറയരുത്. കാരണം ക്വാളിറ്റി ഉള്ള സാധനം ഇറക്കണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും. ബീങ് എ വ്ളോഗർ എനിക്കറിയാതെ, അപ്പോൾ ഞാൻ കുറേ കമൻറ്റ്സ് കാണാറുണ്ട്, അതുകൊണ്ട് പറയുന്നതാണ്. കുറച്ച് സമയം പിടുത്താണെങ്കിലും ഒരു ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ വീഡിയോസ് വരും. അതാണ് എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഈ ദീപാവലി ദിവസം, ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദീപാവലി ദിവസമാണ്. അപ്പോൾ ചേട്ടനെയും ചേച്ചീനെയും അമ്മേനെയൊക്കെ കാണാൻ പറ്റി, കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി, ഒരുപാട് സന്തോഷം. പിരിയണേന് മുമ്പ് അർജുൻ ബ്രോനായിട്ട് ഒരു സെൽഫി കൂടി എടുത്തു. അർജുനോട് ബായ് പറഞ്ഞതിന് ശേഷം
ബസ്സിൽ ചില്ലറ കൊടുക്കാനായിട്ട് ഞങ്ങൾ നേരെ ATM-ലും കയറി. ഞങ്ങൾ ഇങ്ങോട്ട് വന്നതും അങ്ങോട്ട് പോണതും ഒക്കെ നമ്മുടെ KSRTC തന്നെയാണ്. ഒരുപാട് നൊസ്റ്റാൾജിയുള്ള സ്ഥലമാണ് ഗുരുവായൂർ KSRTC സ്റ്റാൻഡ്. പണ്ട് ഡാഡിയുടെ കൂടെ കുട്ടിക്കാലത്ത് എത്രയോ തവണയാണ് ഈ ബസ് സ്റ്റാൻഡിലൂടെ കൈ പിടിച്ച് നടന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള എറണാകുളം ജെട്ടി വണ്ടി ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്. നല്ല ചൂടായതുകൊണ്ട് ഒരു കുപ്പി ചിൽഡ് വാട്ടർ മേടിച്ചിട്ട് നേരെ ബസ്സിലേക്ക് കയറി. ബസ്സിൽ വലിയ തിരക്കില്ലാത്തതുകൊണ്ട് സീറ്റും കിട്ടി. എന്താ ഒരു ചൂടില്ല അമ്മ. അതിന്റെ അപ്പറേ നമ്മള് വന്ന് താമസിച്ചിട്ടുണ്ട് അവിടെ. നമ്മളവിടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ബസ്സിൽ വെച്ചിട്ട് ദീപു അഗ്രഹാരത്തിലെ കോഫീനെ കുറിച്ച് പറയായിരുന്നു. പെട്ടെന്നുള്ളൊരു കഴിപ്പായി പോയി. 25 രൂപയാണ് ഗുരുവായൂരിന്ന് ഞങ്ങളുടെ അവിടേക്കുള്ള ചാർജ്. ബസ് കാശ് കഴിഞ്ഞ് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദീപുവിനാണ്. മിഠായി മേടിച്ചോ? എന്തായാലും അർജുനോടൊപ്പമുള്ള ഞങ്ങളുടെ കൂടിക്കാഴ്ചയും മാധവം കഫേയിലെയും അഗ്രഹാരം ഫിൽറ്റർ കോഫിയിലെയും ഫുഡടിയും ഒക്കെ അടിപൊളിയായി. തിരിച്ചു പോരുമ്പോൾ KSRTC ബസ്സിൽ ഞങ്ങളുടെ മുമ്പിലായിട്ട് ഒരു മയിൽപ്പീലി ഇങ്ങനെ ആടിക്കളിക്കുന്നുണ്ടായിരുന്നു.